KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നിയമസഭയിലേക്ക് മത്സരിക്കും. അദ്ദേഹം അക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണോ മത്സരിക്കുക, അതല്ല അദ്ദേഹം മാറുമോ എന്ന ചോദ്യം ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. KPCC പ്രസിഡന്റിനെ മത്സരിപ്പിക്കുന്നത് തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് എന്ന ചർച്ചയും നടക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഒരു കാര്യം ഉറപ്പാണ്, മത്സരിക്കുന്ന സമയത്ത് വളരെ നിർണായകമായ സമയമാണ്. KPCCക്ക് അധ്യക്ഷൻ മുഴുവൻ സമയവും KPCC ഓഫീസിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടക്കാനുണ്ടാകണം. മത്സരിച്ചാൽ സ്വാഭാവികമായും നടക്കില്ല, മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടി വരും സണ്ണി ജോസഫിന്. അതുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് കോൺഗ്രസിനെ നയിക്കാൻ കഴിയുന്ന ഒരാൾ KPCC പ്രസിഡന്റ് ആകണം. ആരായിരിക്കും അത്? ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. KC വേണുഗോപാൽ മുന്നോട്ട് വെച്ച പേര് KC വേണുഗോപാൽ വിഭാഗം തന്നെ അത് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിനെ KPCC പ്രസിഡന്റ് ആക്കണം, അതാണ് KC വേണുഗോപാലിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സണ്ണി ജോസഫിനെ അത്രയ്ക്ക് വിശ്വാസമില്ല. സണ്ണി ജോസഫ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്ന് പറയുന്നതല്ലാതെ തീരുമാനമെടുക്കുന്നതിൽ ഒരു അവധാനത ഉണ്ട്. മെല്ലെ പോക്കാണ് കാര്യങ്ങൾ. അതുകൊണ്ട് സണ്ണി ജോസഫിനെ മാറ്റണം. ഏറ്റവും പെട്ടെന്ന് ഉറച്ച തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ആളായിരിക്കണം അദ്ദേഹം. KC വേണുഗോപാലിൻ്റെ കയ്യിൽ നിൽക്കുകയും വേണം. അതാണ് KC വേണുഗോപാൽ ലക്ഷ്യമിടുന്നത്. അങ്ങനെയുള്ള ഒരാൾ ആര്? അതാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിനെ KPCC പ്രസിഡന്റാക്കാനുള്ള എല്ലാ നീക്കവും നടന്നുകൊണ്ടിരിക്കുന്നു. സണ്ണി ജോസഫ് മത്സരിക്കുന്ന ഘട്ടത്തിൽ ആദ്യം നൽകുക താൽക്കാലിക ചുമതലയാണ്. തീരുമാനമായിട്ടുണ്ട്, വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഷാഫി പറമ്പിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിൽ എത്താൻ പോകുന്നു. ആരാണ് ഷാഫി പറമ്പിൽ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംരക്ഷകനാണ്. രാഹുൽ മാങ്കൂട്ടത്ത് ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും അറിയുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ എന്നാണ് കേൾക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരിൽ നിന്ന് നിരവധി പരാതികൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ ലഭിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പെൺകുട്ടികൾ തന്നെയാണ് പരാതി നൽകിയത്, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തക. എന്നിട്ട് പോലും അതിൽ നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല, അത് അട്ടത്ത് വെച്ച് പെൺകുട്ടികളെ ഉപദേശിക്കുകയാണ് ചെയ്തത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ, വനിതാ പ്രവർത്തകരെ ഉപദേശിക്കുകയാണ് ചെയ്തത് ഷാഫി പറമ്പിൽ എന്ന വിവരം ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. നിരവധി പരാതികൾ യൂത്ത് കോൺഗ്രസിനും ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല തന്നെയാണ്. KPCCക്ക് ലഭിച്ച പരാതികൾ K സുധാകരൻ മുക്കി, അതോടൊപ്പം യൂത്ത് കോൺഗ്രസിൽ ലഭിച്ച പരാതികൾ ഷാഫി പറമ്പിലും മുക്കി. ഇതാണ് നടന്നത്. അങ്ങനെയുള്ള ഷാഫി പറമ്പിലിനെയാണ് വീണ്ടും KPCC പ്രസിഡന്റാക്കാൻ നീക്കം നടക്കുന്നത് എന്നത് ഗൗരവമായ വിഷയം തന്നെയാണ്. അതിൽ മറ്റൊരു രാഷ്ട്രീയവും കൂടി ഉൾച്ചേർന്നിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി വേണം അത് പറയാൻ. അതേക്കുറിച്ച് മറ്റൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട്, അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എന്ന് വെച്ചാൽ ഷാഫി പറമ്പിലിനെ KPCC പ്രസിഡന്റാക്കുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് VD സതീശന് എതിരെ ഒരു ബദൽ ശക്തിയെ KPCC ഓഫീസിൽ പ്രതിഷ്ഠിക്കുക എന്നതാണ്. അത് KC വേണുഗോപാൽ ചെയ്യും. എന്തിനു വേണ്ടി? അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിലേക്ക് താല്പര്യമുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ പ്രതിപക്ഷമാണെങ്കിൽ പ്രതിപക്ഷ നേതാവ്, ജയിച്ച് വരികയാണെങ്കിൽ മുഖ്യമന്ത്രി, ഇത് രണ്ടും KC വേണുഗോപാൽ ലക്ഷ്യമിടുന്നുണ്ട്. പ്രതിപക്ഷമാണെങ്കിൽ സ്വാഭാവികമായും നേരത്തെ രമേശ് ചെന്നിത്തലയെ മാറ്റി VD സതീശനെ കൊണ്ടുവന്ന കീഴ്വഴക്കമുണ്ട്. നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് മാറുക എന്നതാണ് ആ കീഴ്വഴക്കം. അങ്ങനെയാണെങ്കിൽ അവിടത്തേക്ക് വരാൻ ഏറ്റവും അനുയോജ്യനെന്ന് സ്വയം കരുതുന്ന ആളാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ രണ്ട് കസേരകളാണ്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേരള രാഷ്ട്രീയത്തിൽ അത് നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരാൾ വേണം, ഒരു നേതാവ് വേണം KPCC പ്രസിഡന്റ് സ്ഥാനത്ത്. അതാണ് ഷാഫി പറമ്പിലൂടെ
നടപ്പാക്കാൻ ഇപ്പോൾ കെ.സി. വേണുഗോപാൽ തയ്യാറായിരിക്കുന്നത്. അടുത്തു തന്നെ പ്രഖ്യാപനമുണ്ടാകും. സണ്ണി ജോസഫ് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിലാണ് സണ്ണി ജോസഫ് ജയിച്ചത്. സണ്ണി ജോസഫ് മത്സരിച്ചില്ലെങ്കിൽ മണ്ഡലം നഷ്ടപ്പെട്ടു പോകും എന്ന് ഇപ്പോൾ തന്നെ സണ്ണി ജോസഫിനെ അറിയിക്കുകയും ഞാൻ മത്സരിക്കും എന്ന് സണ്ണി ജോസഫ് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം പിറകിൽ ഒരു കളി, വലിയ ഒരു കളി നടക്കുന്നുണ്ട്. ആ കളിയുടെ ചുക്കാൻ കെ.സി. വേണുഗോപാലിൻ്റെ കയ്യിലാണ്. അത് മറ്റൊന്നുമല്ല, ഷാഫി പറമ്പിലിനെ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നതാണ്. അങ്ങനെ വി.ഡി. സതീശന് ചെക്ക് വിളിക്കാൻ പറ്റിയ ഒരാൾ, അത് സംശയം വേണ്ട, ഷാഫി പറമ്പിലാണ് എന്നാണ് കരുതുന്നത് കെ.സി. വേണുഗോപാൽ. അല്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ ഷാഫി പറമ്പിലിനെ മുന്നിൽ നിർത്തിയുള്ള ഒരു കളി, അതാണ് കേരളത്തിലെ കോൺഗ്രസിൽ നടക്കാൻ പോകുന്നത്.